ഹിമാചൽ പ്രദേശ്, ഭൂട്ടാൻ ഈ ഒരു കണക്ഷൻ ഇന്ത്യയുടെ പല ഭാഗത്തേക്കും ഇത്തരത്തിൽ തട്ടിപ്പ് നടത്താൻ ആയിട്ട് വലിയൊരു സംഘമുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതെ, തീർച്ചയായിട്ടും അത് തന്നെ. കാരണം ഈ നേപ്പാൾ, ഭൂട്ടാൻ ഇവിടൊക്കെ നമ്മളെ ഏതെങ്കിലും വാഹനം അവിടെ ഇമ്പോർട്ട് ചെയ്യും. ഈ സ്ഥലത്തിട്ട് അവിടെ ഇമ്പോർട്ട് ചെയ്യും. അവിടെ വളരെ സിമ്പിളായിട്ട് അവർക്ക് അത് കൈകാര്യം ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും ഒക്കെ ഈസി ആയിട്ട് പറ്റും. അവിടെ രാജ്യത്തിനൊരു വരുമാനമാണത്. ചെറിയ തുകയ്ക്ക് അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് അവിടുന്ന് ഇന്ത്യയിലോട്ട് കടത്തും. കള്ളക്കടത്തിൽ കൊണ്ടുവരും. കള്ളക്കടത്തിൽ സ്പെയർ പാർട്സ് ആയിട്ട് വരുന്നതിന് ഒരു പ്രശ്നമില്ലല്ലോ. എനിക്കൊന്ന് ഇവിടെ ആകുമ്പോൾ നമ്മൾ പുറത്തുള്ള വാഹനം ഇറക്കുമതി ചെയ്യണമെന്നുണ്ടെങ്കിൽ 100% അല്ലെങ്കിൽ 200% ടാക്സ് കൊടുക്കേണ്ടി വരും. ഇതിൻ്റെ വിലയുടെ ഇരട്ടിയോ അതിന് പല മടങ്ങ് കൂടുതൽ കൊടുക്കേണ്ടി വരും. അതായിരിക്കും അവിടെ ഇറക്കുമതി. ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യുന്നതിന് പകരം അവിടെ ഇമ്പോർട്ട് ചെയ്യും. അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് അത് ഹിമാചൽ പ്രദേശിൽ ഒരു രജിസ്ട്രേഷൻ വെച്ചിട്ട് ഇപ്പോൾ അവിടെ ഒരു 2 കോടി രൂപയുടെ ഒരു വാഹനം അവിടെ ഇമ്പോർട്ട് ചെയ്താൽ അവർക്ക് സെസ് ചിലപ്പം ചെറിയ എമൗണ്ടേ വരുള്ളൂ. അവിടെ ആ 2 കോടി രൂപയുടെ വാഹനം സെക്കൻഡ് ഹാൻഡ് അവിടെ രജിസ്റ്റർ ചെയ്തിട്ട് അവിടുന്ന് വരുമ്പോൾ സെക്കൻഡ് ഹാൻഡായി, പക്ഷേ ഒറിജിനൽ വണ്ടിയായിരിക്കും. അപ്പോൾ ഈ ഭൂട്ടാനിലായാലും അതാണ് ഒറിജിനൽ വണ്ടിയായിരിക്കും, പക്ഷേ അവിടുന്ന് ഇന്ത്യയിലോട്ട് വരുമ്പോൾ സെക്കൻഡ് ഹാൻഡായി. അപ്പോൾ 2 കോടി രൂപയുടെ ചിലപ്പോൾ ഒരു 30 ലക്ഷത്തിന് വിളിക്കും. ഇത് ഇവിടെ സിനിമാക്കാർക്ക് കൊടുക്കുമ്പോൾ ഒരു 60 ലക്ഷത്തിന് വിറ്റെന്ന് വിചാരിച്ചോ. സിനിമാക്കാർക്ക് ചിലപ്പം വണ്ടി പ്രാന്തന്മാർക്ക് അറിയാം ഇത് 60 ലക്ഷത്തിന് ലാഭമാണ്. അതുകൊണ്ട് അവർ 60 ലക്ഷം മുടക്കി ഇവിടെ വാങ്ങിക്കും. അല്ലെങ്കിൽ വിദേശത്ത് വന്ന് 2 കോടി രൂപയുടെ വാഹനമാണ് അവന് ഇത് കിട്ടിയെന്ന്. വലിയ പരസ്യ സിനിമാ നായരുടെ ഗ്ലാമറിന് വേണ്ടിയിട്ട് അയാൾ ഉപയോഗിക്കുന്ന വണ്ടി ഇപ്പോൾ 2 കോടിയുടെയാണ്, 1.5 കോടിയുടെ ആണെന്നൊക്കെ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ അവർ കൊടുത്തിരിക്കുന്ന ചെറിയ എമൗണ്ട് കൊടുത്തിട്ടാണ്. അവരെ സംബന്ധിച്ച് ഇത് ഇടനിലക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു എമൗണ്ട് അവർക്ക് കിട്ടുകയാണ്. അതേസമയത്ത് സിനിമാക്കാരെ സംബന്ധിച്ചിടത്തോളം ഒറിജിനൽ 2 കോടിയാണ്, അത് ഇവന് 30 ലക്ഷം 40 ലക്ഷം കിട്ടി. അപ്പോൾ അവൻ വാങ്ങിക്കും. 5 എണ്ണം കിട്ടുന്നുണ്ട്, 8 എണ്ണവും വാങ്ങിക്കും.